ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2007 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 30 ഡേയ്സ് ഓഫ് നൈറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അലസ്ക എന്ന് പറഞ്ഞൊരു പട്ടണം, ഇനിയുള്ള 30 ദിവസത്തേക്ക് ആ ഒരു പട്ടണത്തിൽ സൂര്യപ്രകാശം കിട്ടത്തില്ല. എപ്പോഴും ഇരുട്ടും മഞ്ഞും മാത്രമായിരിക്കും. അങ്ങനെ ആ ഒരു പട്ടണത്തിനടുത്തേക്ക് ഒരു വലിയ കപ്പൽ വന്നിറങ്ങാണ്. നിഗൂഢമായിട്ടുള്ള ആ ഒരു കപ്പൽ ഈ ഒരു പട്ടണത്തിനടുത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നത്? അമാനുഷികമായിട്ടുള്ള ഒരുപാട് മരണങ്ങൾ ആ ഒരു പട്ടണത്തിൽ പിന്നീട് സംഭവിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു മൂവി. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ഒരു ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികമായിട്ടും വേറെ ഒന്നും പറയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു കഥയുടെ തുടക്കത്തിൽ അമേരിക്കയിലെ ആലസ്ക എന്ന് പറഞ്ഞൊരു നഗരം, മഞ്ഞ് മൂടിയ ആ ഒരു നഗരത്തിന്റെ ഹിൽ സ്റ്റേഷൻ അടുത്തായിട്ട് ഒരു വലിയ കപ്പൽ നിൽക്കുന്നു. ആ ഒരു കപ്പലിനെ നോക്കി ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ നേരം ആ ഒരു കപ്പലിനെ പേടിച്ച് നോക്കിയ അയാള് ഈ ഒരു ഗ്രാമത്തിലേക്ക് നടന്ന് കയറാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഈ ഒരു പട്ടണത്തിലെ ഷെരീഫായിട്ടുള്ള ഇബാനെയാണ്. ഇപ്പോൾ ഹീറോ ഒരു കേസ് അന്വേഷിക്കാണ്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് സാറ്റലൈറ്റ് ഫോണുകളുണ്ടല്ലോ, അത് ഒരുപാട് ആരോ കത്തിച്ചിട്ടേക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയുടെ കൂടെ തന്നെ ബില്ലി എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തനും കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ഈ ഒരു കേസിനെ പറ്റി സംസാരിച്ച അവസാനം സൂര്യൻ അസ്തമിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്നിട്ട് അവർ പരസ്പരം പറയുന്നുണ്ട്, ഇതാണ് ഈ ഒരു മാസത്തിലെ അവസാന സൂര്യാസ്തമയം. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു ഗ്രാമത്തിലെ ഇനിയുള്ള 30 ദിവസത്തേക്ക് മഞ്ഞ സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു 30 ദിവസത്തേക്ക് സൂര്യൻ എന്തായാലും ഇവിടെ ഉണ്ടാവത്തില്ല. ആ ഒരു സമയത്ത് ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളിൽ പകുതി പേരും ഈ ഒരു ഗ്രാമത്തിൽ തന്നെ അവരുടെ ജോലിയെല്ലാം നിർത്തി വെച്ച് റെസ്റ്റ് എടുക്കുകയായിരിക്കും. ബാക്കിയുള്ളവരോ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള സ്റ്റെല്ലയെ കാണിക്കുകയാണ്. സ്റ്റെല്ലയും ഹീറോയും ആൾറെഡി തന്നെ കല്യാണം കഴിച്ചവരെ ഇപ്പോൾ എന്തോ ഒരു വഴക്കിട്ടിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനും ഈ ഒരു ഗ്രാമത്തിലെ ഒരു ഉയർന്ന പൊസിഷനിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. കൂടാതെ ഇനിയുള്ള 30 ദിവസം ഹീറോയിൻ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ കാണത്തില്ല. അവളും ഇവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറെടുത്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഒരു പട്ടണത്തിലെ പകുതി ജനങ്ങളും ഇപ്പോൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. ബാക്കിയുള്ളവർ ആ ഒരു മാസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് നായ്ക്കളെ വളർത്തുന്നുണ്ട്. ആ ഒരു നായ്ക്കളെല്ലാം ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കാണ് ഏതോ ഒരാൾ വന്നിട്ട് ഈ ഒരു നായ്ക്കളെല്ലാം കൊല്ലുന്നുണ്ട്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ഹീറോ ഒരു ഓയിൽ ട്രക്കിന്റെ അടുത്ത് നിൽക്കാണ്. വേറൊന്നുമല്ല, ഈ ഒരു ട്രക്കിൽ നിന്നും ഒരുപാട് ഓയിൽ താഴേക്ക് വീണിട്ട് അത് കാരണം ആ ഒരു ഡ്രൈവറിന് ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈവർ പറയും, സോറി സാർ, ഞാൻ ഇപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോകും, നിങ്ങൾ ഫൈൻ ഒന്നും അടയ്ക്കരുത് എന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു ഫൈൻ അടയ്ക്കത്തില്ല. ഇവിടെ നമ്മുടെ സ്റ്റെല്ലയെ കാണിക്കുമ്പോൾ അവൾ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് പോകാനായിട്ട് എയർപോർട്ടിലേക്ക് വണ്ടിയായിട്ട് ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്കാണ് ഈ ഒരു മരമെല്ലാം കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, ഒരു വലിയ വണ്ടി, അത് വന്ന് ഹീറോയിന്റെ വണ്ടിയിലേക്ക് അടിച്ചിട്ട് വണ്ടി നല്ല രീതിയിൽ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് പോകാനായിട്ട് കഴിയത്തില്ല. ഇപ്പോൾ വണ്ടി കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് ഇവിടെ നിന്ന് പോകണമല്ലോ. അതുകൊണ്ട് ഹീറോയെ വിളിച്ചിട്ട് ഇതുപോലെ എന്നെ എയർപോർട്ട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, കാരണം വേറെ ഒന്നല്ല, ഇവിടെ നിന്ന് അവസാനത്തെ ഫ്ലൈറ്റ് ആണിത്, ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 30 ദിവസം അവൾ ഇവിടെ തന്നെ നിൽക്കണം. ഇപ്പോൾ ഇവിടെ ഹീറോ എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു നായ്ക്കളെല്ലാം കൊന്ന ആ ഒരു വീടുണ്ടല്ലോ, അവിടെ ആ ഒരു കേസ് അന്വേഷിക്കാൻ പോയേക്കാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും വരാൻ കഴിയത്തില്ല, ഞാൻ ബില്ലിയെ പറഞ്ഞു വിടാമെന്നും പറഞ്ഞ് ഹീറോ ഇപ്പോൾ ആ ഒരു വീട്ടിൽ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ ചെയ്തതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, ആരാണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു കേസ് ഞാൻ പരിഹരിക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ കുറേ നാളായിട്ട് വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞ് അത് കഴിഞ്ഞ് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ മുത്തശ്ശിയും അതേപോലെ തന്നെ സഹോദരനും ഈ ഒരു സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ തന്നെ ഹീറോയുടെ സഹോദരനായിട്ടുള്ള ജെയ്ക്ക് ഇവിടെ ഉള്ള ഒരു അയൺ ഫാക്ടറിയിൽ നിന്നും നിന്നെ വിളിച്ചിട്ടുണ്ട്, അവിടെ എന്തൊരു പ്രശ്നമുണ്ടെന്ന് പെട്ടെന്ന് പോയി നോക്കാൻ പറയുമ്പോൾ, ഓക്കെ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഹീറോ അവിടേക്ക് പോകുന്നു. ഇവിടെ ഹീറോയിനാണെങ്കിലോ ആ ഒരു അവസാന ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഓടിയെല്ലാം ഇങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ആ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് പോവാണ്. അതുകൊണ്ട് ഇനിയുള്ള 30 ദിവസം ഹീറോയിൻ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ കഴിയണം. അപ്പോൾ ഇത് കണ്ട ബില്ലി പറയും, സ്റ്റെല്ല, അവനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നിന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോൾ ഹീറോ ആ ഒരു അയൺ ഫാക്ടറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ ഓണറും അതേപോലെ തന്നെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഉടമയും അവിടെ നിൽപ്പുണ്ട്. അയാളിപ്പോൾ ഹീറോയോട് പറയും, എൻ്റെ ഹെലികോപ്റ്റർ 2-3 ദിവസങ്ങൾക്ക് മുന്നേ കാണാതായി. ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ പാർട്സ് എല്ലാം ഈ ഒരു ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ജീവിത മാർഗം തന്നെ അതായിരുന്നു, ഇപ്പോൾ അത് മൊത്തമായിട്ട് നശിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്, പക്ഷെ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയും. ആ ഒരു സമയത്താണ് മറ്റൊരിടത്ത് ഈ ഒരു വില്ലേജിൽ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ, അതിനകത്ത് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഒരു വയസ്സുള്ള ഒരു അപ്പൂപ്പനാണ്. അങ്ങനെ അപ്പൂപ്പൻ അതിനകത്ത് നിൽക്കുമ്പോൾ ഇതിന് വെളിയിൽ പല ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പൂപ്പൻ പതിയെ അതിന് വെളിയിലേക്ക് വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അപ്പൂപ്പന്റെ പുറകിലായിട്ട് 1-2 സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് എല്ലാവരും നമ്മുടെ അപ്പൂപ്പനെ അറ്റാക്ക് ചെയ്ത് കടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്
ഇവിടെ ഈ കൂടി നിൽക്കുന്ന എല്ലാ ആളുകളും വാമ്പയർമാരാണ്. അതേസമയം മറ്റൊരിടത്ത് ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരുത്തൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നല്ലോ. അവൻ ഇപ്പോൾ ഒരു ഷോപ്പിലിരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തതിനെ കഴിക്കാൻ പോവാണ്. അപ്പോഴേക്കാണ് അവിടെ നമ്മുടെ ഹീറോ വരുന്നത്. അതുപോലെ ഇവനെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ല. ഈ ഒരു നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം വെച്ച് ഹീറോയ്ക്ക് അവന് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ അവനോട് ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവൻ സാധാരണ രീതിയിലെല്ലാം മറുപടി പറയുന്നത് നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചെറിയ സംസാരമാകുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്ന് അവളുടെ കയ്യിലുള്ള തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശിയും നിന്റെ അനിയനും എങ്ങനെയുണ്ട്? അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഞാനും അവനെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയോടൊപ്പം തന്നെ സ്റ്റെല്ലയും സ്റ്റേഷനിലേക്ക് പോവാണ്. അതുപോലെ ഹീറോയിൻ ആ ഒരു ഫ്ലൈറ്റ് മിസ് ചെയ്ത കാര്യം, ഇനി എവിടെയാണ് താമസിക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ബില്ലി ഉണ്ടല്ലോ, അവന്റെ വീട്ടിൽ താമസിക്കാനായിട്ട് അവൻ എന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ആയിരിക്കും താമസിക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവരങ്ങനെ പോകുന്നതും ഇപ്പൊ ഈ ഒരു സ്ഥലത്തെ ഒരു ഓയിൽ ഫാക്ടറി ഉണ്ട്. അവിടെ ജോലി ചെയ്യുന്ന 3 പേര്, അതിലൊരു പെണ്ണും 2 ആണുങ്ങളാണ്. ഇവർ 3 പേരും വെളിയിലേക്ക് വരുമ്പോൾ ഇവർ 3 പേര് സംസാരിച്ചും പറഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിലൊരുത്തിനെ എന്തോ ഒന്ന് വലിച്ചെടുത്തങ്ങ് പോകുന്നു. ബാക്കി 2 പേർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു പെണ്ണ് അവിടെ നിന്ന് ജീവനും കൊണ്ടൊരു ഒറ്റ ഓട്ടം. അപ്പോൾ ബാക്കിയുള്ള 3ാമൻ അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ഇതെല്ലാം ചെയ്യുന്നത് ആ ഒരു വാമ്പയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴേക്കും തന്നെ ആ ഒരു വാമ്പയർമാരെല്ലാം വന്നിട്ട് അവനെയും അവിടെ വെച്ചങ്ങ് കൊല്ലുന്നു. അങ്ങനെ സ്റ്റേഷനിലെ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുണ്ടല്ലോ, അയാളെ കൊണ്ടുവന്ന് ഹീറോ അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഹീറോ പറയും, ശരി, നീ ഒന്നും പറയാൻ തയ്യാറല്ലെങ്കിൽ അടുത്ത 30 ദിവസം നീ ഇവിടെ തന്നെ ഉണ്ടാവും. നിന്റെ വായിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടേ ഞാൻ നിന്നെ വിടത്തുള്ളൂ എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ മുത്തശ്ശി ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് അവർ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴേക്കാണ് ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള അയാൾ പറയുന്നത്, ഇതിനെല്ലാം കാരണം അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. കാരണം അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മരണപ്പെടുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അപ്പോഴേക്കാണ് പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തെ പവർ എല്ലാം അങ്ങ് കട്ടായി പോവും. ഇത് കാണുമ്പോൾ ഹീറോ പറയും, ഓക്കെ, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും, വാക്കിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഏതായാലും ആ ഒരു പവർ സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്താണ് കാര്യം തിരക്കാന്ന് പറഞ്ഞ് ഹീറോ തന്റെ തോക്കും എടുത്ത് നേരെ ആ ഒരു പവർ സ്റ്റേഷൻ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അവിടെ നിന്ന് കാറിൽ ഇറങ്ങുമ്പോൾ തന്നെ എന്താ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായിട്ട് ആ ഒരു തോക്കും എടുത്ത് പതിയെ മുന്നിലേക്ക് നടന്ന് അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പവർ സ്റ്റേഷനിലുണ്ടായിരുന്ന ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അയാളുടെ തല വെട്ടി അവിടെ വെച്ചേക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൂടി കണ്ടിട്ട് ഹീറോ പെട്ടെന്ന് പേടിച്ച് തന്റെ വണ്ടി എടുത്ത് ഈ ഒരു വണ്ടിയുടെ മുകളിലായിട്ട് മൈക്ക് ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ മുകളിലായിട്ട് സ്പീക്കർ ഉണ്ട്, അതുവഴി എല്ലാവരോടും ഇൻഫോം ചെയ്തിങ്ങനെ പോവാണ്. എല്ലാവരും സേഫ് ആയിട്ട് വീടിനകത്ത് തന്നെ ഇരിക്കണം, ആരും വെളിയിലേക്ക് ഇറങ്ങരുത് എന്നെല്ലാം പറഞ്ഞ് റോഡിലൂടെ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ഒരു വീടുകളൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, തെരുവിൽ താമസിക്കുന്നവര്, അവരുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ബില്ലിയെ കണ്ടിട്ട് അവനോട് പറയും, ഓക്കെ, നിങ്ങൾ എല്ലാവരും സേഫായിട്ട് ഇവിടെയുള്ള ഡൈനറിനുള്ളിലേക്ക് പോകണം, എന്നിട്ട് അവിടെ സേഫായിട്ടിരിക്കുക, ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് വരാമെന്നും പറഞ്ഞ് ഇപ്പോൾ ഹീറോ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നതും അവിടെ ആ ഒരു ഡോഗ്സിനെ എല്ലാം കൊന്നല്ലോ ആ ഒരു വീട്ടിൽ കാണിക്കുമ്പോൾ അവിടെ ആ ഒരു ഭാര്യയും ഭർത്താവും വീട്ടിനകത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഭർത്താവിന് ഇന്ന് രാത്രി എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. കാരണം അയാൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ജനാല തകർത്ത ഒരാള് അകത്തേക്ക് വന്നിട്ട് അയാളുടെ ഭാര്യയെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് വേറെ ആരുമില്ല, ആ ഒരു വാമ്പയർ തന്നെയാണ്. അങ്ങനെ അയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി തോക്കും എടുത്ത് വീടിനടിയിലേക്കാണ് വലിച്ചെടുത്തോണ്ട് പോയിട്ടുള്ളത്. കാരണം ഈ ഒരു വാമ്പയർമാർ എപ്പോഴും ഇരുട്ടിനുള്ളിലാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ഇയാൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വാമ്പയർ ഈ ഒരു ഭാര്യയെ വലിച്ചു ഓരോ വീടിനടിയിലൂടെ കൊണ്ടുപോവാണ്. ഒരവസരത്തിൽ അവൻ വന്ന ആ ഒരു ഭാര്യയെ പിടിക്കാനായിട്ട് വരുമ്പോൾ അവന്റെ മുഖത്തേക്ക് കൈകൊണ്ടൊരു ഒറ്റ ആള് അത് കഴിഞ്ഞ് അവന്റെ ഭാര്യയെ വലിച്ചെടുത്തങ്ങ് പോകുന്നു. അതേസമയം ഇവിടെ സ്റ്റേഷനുള്ളിലെ സ്റ്റെല്ല, ആ ഒരു മുത്തശ്ശി, ഹീറോയുടെ സഹോദരൻ, ഇവർ 3 പേര് ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ ആ ഒരു സ്ട്രേഞ്ച് പേഴ്സൺ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ സെല്ലിനകത്ത് കിടന്നിട്ട് ഇവരോട് പറയാണ്, ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ദിവസം, ഇനി എന്തായാലും നിങ്ങൾ ആരും ജീവനോടെ ഉണ്ടാവത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ ഭ്രാന്തികളായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട ഹീറോയുടെ സഹോദരൻ ജെയ്ക്കിന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവരിപ്പോൾ ദേഷ്യം വന്ന് നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൻ ജെയ്ക്കിന്റെ കഴുത്തിലേക്ക് പിടിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് അവന്റെ തോക്കെടുത്ത് ഇവന്റെ കൈയിലേക്ക് ഷൂട്ട് ചെയ്യും. എന്നിട്ട് അകത്തേക്ക് അരിച്ചെന്നിട്ട് അവന്റെ 2 കൈയും പിടിച്ച് ആ ഒരു സെല്ലിൽ തന്നെ വിലങ്ങിട്ടങ്ങ് വെക്കുകയാണ്. എന്നിട്ടാണ് അവനോട് ചോദിക്കുന്നത്, നീ നേരത്തെ പറഞ്ഞില്ലേ ആരൊക്കെ ഇവിടേക്ക് വരുമെന്ന്, അതാരാണ്, നിങ്ങളിവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ മറുപടിയൊന്നും പറയാതെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത് കാരണം ഇപ്പോൾ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഹീറോ ഇവരോട് പറയും, നിങ്ങളെല്ലാവരും ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഇരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കി ടോക്കി വഴി മാത്രം എന്നോട് സംസാരിച്ചാൽ മതി. ഞാൻ പോയിട്ട് ഈ ഒരു ഗ്രാമത്തിലെ എല്ലാവരോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സ്റ്റെല്ല പറയും, ഞാൻ നിന്നോടൊപ്പം വരുന്നു എന്നും പറഞ്ഞ് ഇപ്പൊ ഇവർ രണ്ടുപേരും ആ ഒരു കാറിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ ആരോ ഒരാൾ നടന്നു പോകുന്നത് പോലെ, ഈ മഞ്ഞത്ത് ഇത് ആരാ നടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ കാറിൽ നിന്ന് ഇറങ്ങി ആരാണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുറെ ദൂരെയായിട്ടാണ് അതിൽ നിൽക്കുന്നത്. അപ്പോൾ സ്റ്റെല്ല
അവളുടെ കയ്യിലുള്ള ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് അത് ആരാണെന്ന് നോക്കുന്നത്. അവൾ പെട്ടെന്ന് തന്നെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് പറയും പെട്ടെന്ന് വണ്ടിയിലായിട്ട് കയറാൻ പറഞ്ഞ് രണ്ടുപേരും ഓടി വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവരുടെ പുറകെ തന്നെ ഒരു വാമ്പയർ അങ്ങനെ ഓടി വരുന്നു. ഇതവർ കാണുന്നില്ല. എന്നിട്ട് ചാടി വന്ന് അവരുടെ വണ്ടിയുടെ മുകളിലേക്ക് കയറിയിട്ട് എന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതിനൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ ആ ഒരു വാമ്പയറിനെ ഇടിച്ച് താഴേക്കിട്ട് ഇവര് ആ ഒരു ഗ്രാമത്തിനുള്ളിലൂടെ പോകുമ്പോഴത്തേക്കും പലയിടങ്ങളിലും തീ പിടിച്ചിട്ടുണ്ട്. അതുപോലെ വാക്കി ടോക്കിയിൽ ഹീറോയുടെ മുത്തശ്ശി കരയുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ടുപേരും സ്റ്റേഷനിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു റൂം മുഴുവനായിട്ട് രക്തമായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അവിടെ ആ ഒരു മുത്തശ്ശിയും ഹീറോയുടെ സഹോദരനെ കാണാനില്ല. ഇവർ ആ ഒരു വിലങ്ങിട്ട് വെച്ചിരിക്കുന്ന അവൻ മാത്രം അവിടെ ഉണ്ട്. അപ്പോൾ ഹീറോ അവനോട് ചോദിക്കും, ഏയ് ഇവിടേക്ക് ആരാ വന്നേ? അവരെ കൊണ്ടുപോയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവരാണ് ഇവിടേക്ക് വന്നത്. എന്നെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് നീ എന്നെ കൊന്നിട്ട് പോയിക്കോ. എന്റെ ജീവിതം എത്രമാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് തലയാട്ടുമ്പോഴത്തേക്കും ഹീറോ അവനെ കൊല്ലത്തില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കാണ്. അതേസമയം മറ്റൊരിടത്ത് ഈ ഒരു വാമ്പയർമാരുണ്ടല്ലോ അവരെ എല്ലാവരെയും കാണിക്കുന്നു. അവർ കുറച്ചൊന്നല്ലോ ഒരുപാട് പേരുണ്ട്. കൂടാതെ അതിന്റെ നേതാവായിട്ടുള്ള ഒരുത്തൻ, അതേപോലെ തന്നെ നേതാവായിട്ടുള്ള മറ്റൊരു ലേഡിയുണ്ട്. ഇവർ രണ്ടുപേരാണ് ഈ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നുണ്ട് ഇതിനു മുന്നേ തന്നെ നമ്മുടെ ബോസ് ഒരു തവണ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലേറ്റ് ആയിപ്പോയി. എന്തായാലും ഇവിടെയുള്ള ആരെയും വെറുതെ വിടരുത്, എല്ലാവരെയും കൊല്ലണമെന്നും പറഞ്ഞ് ഇവർ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നു. അതേസമയം നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരും അടുത്തുള്ള ആ ഒരു ഡൈനറിലേക്ക് വന്ന് അവിടെ സേഫായിട്ട് നിൽക്കുകയാണ്. അവിടെ തന്നെയാണ് ഹീറോയുടെ സഹോദരനുള്ളത്. അപ്പോഴാണ് ഇതിനകത്തിരിക്കുന്ന ഒരു അപ്പൂപ്പൻ എനിക്ക് എന്റെ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞ് അയാളുടെ മകനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ അയാൾ പറയും, അച്ഛാ അമ്മ മരിച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പൊ നിങ്ങൾ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് അപകടമായിരിക്കും എന്നും പറഞ്ഞ് അയാളെ അവിടെ പിടിച്ചെടുത്തുന്നു. ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിന്റെ മറ്റു വീടുകളിൽ കാണിക്കുമ്പോൾ ഈ ഒരു വാമ്പയർമാർ ഓരോ വീട്ടിലും ചെന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും കൊടൂരായിട്ട് കൊല്ലുകയാണ്. പക്ഷെ ഇവരെല്ലാവരും കോട്ടും സ്യൂട്ടെല്ലാം ഇട്ടിട്ട് നല്ല ഡീസന്റ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാരണം ഒരു വാമ്പയർ മറ്റൊരാളെ കടിച്ചു കഴിഞ്ഞാൽ അയാളും വാമ്പയറായിട്ട് മാറുമല്ലോ. ആ ഒരു രീതിയിൽ ഒരുപാട് പേര് ഇവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളാണെങ്കിലോ അവരുടെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് ഇവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്ര ഷൂട്ട് ചെയ്തിട്ടും ഈ ഒരു വാമ്പയർമാരും മരിക്കുന്നില്ല. ഇവിടെ ആ ഒരു ഡൈനറിനുള്ളിലേക്ക് നമ്മുടെ ഹീറോയിനും വന്നിട്ട് അവിടെ ടെലിഫോൺ ഉണ്ട്. അത് ഉപയോഗിച്ച് ആരെയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിളിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹീറോയുടെ സഹോദരൻ അതിനകത്തുള്ള കാര്യം ഹീറോ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവനെ കെട്ടിപ്പിടിച്ച് ഇവിടെയുള്ളവരോട് പറയും, ഇപ്പോൾ വെളിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് ആരാണെന്ന് അറിയത്തില്ല. പക്ഷേ അവർ ഈ വെളിച്ചമില്ലാത്ത സമയത്ത് മാത്രമാണ് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയുള്ള 30 ദിവസം കഴിഞ്ഞാലേ സൂര്യൻ ഉദിക്കത്തുള്ളൂ. ആ ഒരു ദിവസം വരെ നമ്മൾ ഇവരിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ച് ജീവിച്ചേ മതിയാവൂ. അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒളിച്ച് താമസിക്കാൻ കഴിയുന്ന സ്ഥലം ഉണ്ടോ ഇല്ലയോ? ആ ഒരു കാര്യം അറിയോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഓയിൽ ഫാക്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവളിപ്പോ ഹീറോയെ കണ്ടിട്ട് പറയും, അതെ എനിക്കറിയാം ഒരു സ്ഥലമുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഓക്കെ നല്ല കാര്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും അവിടേക്ക് പോയിക്കോന്നും പറഞ്ഞിട്ട് ഇവരുടെ കൂടെയുള്ള ഒരുത്തനെ വിളിച്ചിട്ട് ഓക്കെ നീയാണ് ഇവരെ എല്ലാവരെയും ലീഡ് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഈ ഒരു ഗ്രാമത്തിലെ ബാക്കിയുള്ളവരോട് ഈ ഒരു വിവരം അറിയിച്ച് പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ സ്റ്റെല്ല പറയും ഞാൻ നിന്നോടൊപ്പം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയും സ്റ്റെല്ലയും ആ ഒരു കാറും എടുത്ത് ഇവരങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു വാമ്പയർമാരുണ്ടല്ലോ അവർ നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. എന്നിട്ട് ഈ ഒരു കാർ മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ഒരു കാർ ഉള്ളത് കൊണ്ട് ഇവർ പെട്ടെന്ന് ഓടിച്ചു പോകല്ലോ. അതുകൊണ്ട് ഇവരുടെ കാർ മറിച്ചിട്ട് ഇവർ രണ്ടുപേരെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ഇവർക്കാണെങ്കിൽ രക്ഷപ്പെടാൻ വേറെ വഴിയുമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റെല്ലയെ അതിലൊരു വാമ്പയർ വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതും അവളുടെ കാര്യം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഒരു ട്രക്കും കൊണ്ട് ഒരാൾ വരികയാണ്. ഇയാൾ വേറെ ആരുമില്ല, നമ്മുടെ ഹീറോ സ്റ്റാർട്ടിങ്ങിൽ ഫൈൻ അടയ്ക്കാൻ വേണ്ടി ഒരാളോട് പറഞ്ഞല്ലോ ട്രക്ക് കൊണ്ട് പെട്ടെന്ന് പോകാനായിട്ട്. അയാൾ ഇതിലുള്ള വാമ്പയർമാരെല്ലാം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ചുമരിലേക്ക് കൊണ്ട് ഒരു ഒറ്റയിടി അവരെല്ലാവരും മരണപ്പെട്ടു. എന്നിട്ട് വണ്ടി പെട്ടെന്ന് തിരിച്ചിട്ട് നമ്മുടെ ഹീറോയിനോടും ഈ ഒരു വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പൊ ഇതെല്ലാം കണ്ട ആ ഒരു വാമ്പയറിന്റെ ലീഡർ ഉണ്ടല്ലോ അയാൾക്ക് സഹിക്കുന്നില്ല. അയാളുടെ മുഖം തന്നെ ഇപ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ മൂന്നുപേരും ബാക്കിയുള്ള എല്ലാവരും ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരും. എന്നിട്ട് ഇവരും അവരോടൊപ്പം ജോയിൻ ചെയ്ത് ആ ഒരു സ്ഥലത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ആ ഒരു സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള അവനെ ഇപ്പോഴും വിലങ്ങിൽ കെട്ടിയിട്ടേക്കാണ് അവ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോഴേക്കാണ് അതിനകത്തേക്ക് ഈ ഒരു വാമ്പയർമാരെല്ലാം കൂടി കയറി വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ ആദ്യം ഇവിടെ പറഞ്ഞു വിട്ടതേ അവരാണ് ഈ ഒരു ഡോഗ്സിനെ എല്ലാം കൊല്ലാൻ വേണ്ടി. കാരണം വാമ്പയർമാർക്ക് നായ്ക്കളെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇവനെ നേരത്തെ പറഞ്ഞു വിട്ടത്. അതുപോലെ ഇപ്പോൾ വന്നിട്ട് ഇവനെയും അവർ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പൊ ഇവർ സേഫായിട്ട് ഒളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോഴത്തേക്കും നേരത്തെ ആ ഒരു ഡൈനറിലിരുന്ന് എനിക്ക് വെളിയിൽ പോകണമെന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പൻ വീണ്ടും പറയാണ് എനിക്ക് വെളിയിൽ പോകണം, എൻ്റെ ഭാര്യയെ കാണണമെന്നില്ല. അപ്പൊ ആ ഒരു അപ്പൂപ്പന്റെ മകനാണ് അപ്പൂപ്പനെ സമാധാനപ്പെടുത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇരിക്കുമ്പോൾ വെളിയിൽ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം, പ്ലീസ് ആരെങ്കിലും എന്നെ സഹായിക്കെന്നും പറഞ്ഞിട്ട് ഈ ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെയുള്ള ചെറിയൊരു ഗ്യാപ്പ് വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ സത്യത്തിൽ ആ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് തന്നെ നടന്നു വരികയാണ്. അപ്പോഴാണ് നമുക്ക് കാണിച്ചു വരുമ്പോഴത്തേക്കും
ഇവിടെയുള്ള വീടുകളുടെ റൂഫിന്റെ മുകളിലെല്ലാം വാമ്പയർമാർ ഇങ്ങനെ നിൽപ്പുണ്ട്. സത്യത്തിൽ ആ ഒരു വാമ്പയർമാരാണ് ഈ ഒരു സ്ത്രീയെ വിട്ടത്. കാരണം ഇവരെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ കൂടി കൊല്ലാൻ വേണ്ടി. പക്ഷെ ഇത്ര നേരമായിട്ടും ആരും വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു വാമ്പയർമാരെല്ലാം കൂടി വന്ന ആ ഒരു സ്ത്രീ അവിടെ വെച്ച് കൊടൂരായിട്ട് കൊല്ലാണ്. അതും പതിയെ പതിയെ അവരെ അടിച്ചടിച്ച് കൊല്ലുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് അവിടെ ഒളിച്ചിങ്ങനെ നിൽക്കും. പക്ഷെ ഇവരുടെ അടുത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. അപ്പോഴേക്കാണ് ആ ഒരു നായ്ക്കളെല്ലാം വളർത്തിയിരുന്ന ആ ഒരാളുണ്ടല്ലോ, അയാളുടെ ഭാര്യയാണ് ഈ ഒരു വാമ്പയർ വലിച്ചുകൊണ്ട് പോയത്. അയാളുടെ പേര് ജോൺ എന്നാണ്. അയാൾ ഇപ്പോൾ അവിടെയുള്ള ഒരു കാറിനടിയിൽ ഒളിച്ചിങ്ങനെ കിടക്കുന്നു. എന്നിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ വരാൻ പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ പതിയെ അയാളുടെ അടുത്തേക്ക് ഇവരാരും കാണാതെ ചെന്നിട്ട് അയാളെ ആ ഒരു കാറിനടിയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് സത്യത്തിൽ അയാളും ഒരു വാമ്പയർ ആയിരുന്നു. വെളിയിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ജോൺ അങ്ങനെ വരുന്നതും ഹീറോ പേടിച്ച് താഴേക്കൊന്ന് വീഴും. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കോടാലി കിടക്കുന്നു. അതെടുത്ത് അവന്റെ ജീവൻ രക്ഷിച്ചല്ലേ മതിയാവും. അതുകൊണ്ട് ജോണിന്റെ തലയിൽ ഒരു ഒറ്റ വിട്ട് ജോണിനെ അവിടെ വെച്ച് തന്നെ കൊന്നിട്ട് ഇപ്പൊ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഹീറോ ഓടി ആ ഒരു വീടിനകത്തേക്ക് തന്നെ പോവാണ്. അതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് ശ്വാസം എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ ബോധം പോകുന്നതും ബാക്കി എല്ലാവരും അവനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം വെളിയിൽ ജോൺ എന്ന് പറഞ്ഞ അവന്റെ ശരീരം ഈ ഒരു വാമ്പയർ കാണുമ്പോൾ ആ ഒരു വാമ്പയറിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് ആരോ ഒളിച്ച് താമസിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇതിനുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് നല്ല ഉറക്കമായി. അപ്പോഴേക്ക് ഇതിൽ ആ ഒരു ഭ്രാന്ത് പിടിച്ച അപ്പൂവനുണ്ടല്ലോ, അയാളുടെ ഭാര്യയെ കാണാമെന്നും പറഞ്ഞ് ഇവരാരും അറിയാതെ അതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ അയാളുടെ മകനും വന്ന് ഈ ഒരു അപ്പൂവനെ പിടിച്ചിട്ട്, ഇല്ല നമുക്ക് വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല, നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞ് അയാളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾ പറയുന്നത് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ മകൻ അയാളെ ബാത്റൂമിലേക്ക് കൊണ്ടാകും. പക്ഷെ അവിടെ ആ ഒരു അപ്പൂപ്പൻ എന്താ ചെയ്യുന്നതെന്നറിയോ, അവിടെയുള്ള ആ ഒരു ജനാല തുറന്ന് അതുവഴി വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. ഇത് കാരണം അയാളുടെ മകനും അകത്ത് നിൽക്കാൻ കഴിയത്തില്ല. തന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി അയാളും പോകാനായിട്ട് വരുമ്പോൾ സ്റ്റെല്ല അയാളെ തടയുന്നുണ്ട്. പക്ഷേ അയാൾ കേൾക്കുന്നില്ല. സ്റ്റെല്ല അയാളെ തള്ളി വിട്ടിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ ചാടി എഴുന്നേറ്റ് സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു വാമ്പയർ ഈ വീടിനകത്ത് നിന്ന് ശബ്ദം കേട്ട് അയാൾ അകത്തേക്ക് കയറി വരുന്നതും ഇവരെ കണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിലേക്ക് പോയ ആവർത്തനുണ്ടല്ലോ, അവന്റെ അച്ഛനെ അങ്ങനെ വിളിച്ച് നടക്കുമ്പോൾ ഈ ഒരു ശബ്ദം കേട്ട് ആ ഒരു വാമ്പയർ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളവർ എല്ലാവരും രക്ഷപ്പെട്ടു. പിന്നീട് ആ ഒരു അച്ഛനും മകനും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നത്, ഓക്കെ ഈ ഒരു മാസം 2 ദിവസം നല്ല രീതിയിൽ മഞ്ഞ് വീശും. ആ ഒരു സമയത്ത് ഈ ഒരു വാമ്പയർമാർക്ക് കണ്ണ് കാണാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, അടുത്തുള്ള ആ ഒരു ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എല്ലാം എടുത്തുകൊണ്ട് വരണം. കാരണം നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഇന്ന് രാത്രി നല്ല രീതിയിൽ മഞ്ഞ് പെയ്യും. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോഴത്തേക്കും ഇവരെല്ലാവരും വരിയായിട്ട് ആ ഒരു വാമ്പയർ കാണാതെ ആ ഒരു സൂപ്പർ മാർക്കറ്റിനകത്തേക്കായിരുന്നു. എന്നിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന്, ഫുഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് അതിലുള്ള ഒരുത്തൻ, ഹേയ് ഇവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു പറഞ്ഞ് ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ഒരു ചെറിയ പെൺകുട്ടി അവിടെയുള്ള ഒരു സ്ത്രീയുടെ കഴുത്ത് കടിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നുമല്ല, ആ ഒരു പെൺകുട്ടിയും വാമ്പയറായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇവരെ കൂടി കാണുന്നതും ആ ഒരു ചെറിയ പെൺകുട്ടി ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരെയും കടിക്കാനായിട്ട് വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം നടത്തിയല്ലോ, ചെറിയ പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി അവളെ പൊക്കി ഇങ്ങനെ നിർത്തും കടിക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ വേറെ വഴിയില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റും. അപ്പോ ഹീറോയുടെ സഹോദരൻ ജെയ്ക്ക് ഒരു കോടാലി എടുത്തുകൊണ്ട് വന്ന ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ തലയങ്ങ് വെട്ടിക്കളയുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ കൊന്നതിന് ശേഷമാണ് ഒരു ചെറിയ കുട്ടിയെ കൊന്നുള്ള ആ ഒരു കുറ്റബോധം ഉണ്ടല്ലോ അത് അവനുണ്ട്. അപ്പൊ ഹീറോ ആണ് അവനെ സമാധാനിപ്പിക്കുന്നത്, ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും വെളിയിൽ ആ ഒരു മഞ്ഞ് വീഴ്ചയുണ്ടല്ലോ അത് നല്ലതുപോലെ കുറയാണ്. ഇവരെല്ലാവരും ഈ ഒരു ഷോപ്പിനകത്ത് തന്നെ പെട്ടുപോയി. എങ്ങനെ വെളിയിൽ പോകും? അതുമല്ല ഇപ്പോൾ ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. 28 ദിവസമായി. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ സൂര്യൻ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ആ ഒരു 2 ദിവസവും ഇവർക്ക് സേഫ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു അയൺ ഫാക്ടറി ഉണ്ട്, അവിടേക്ക് ഇവർക്ക് പോയേ പറ്റൂ. അങ്ങനെ അതിനുവേണ്ടി ഇവരെല്ലാവരും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂടെയുള്ള ഒരാൾ പറയുന്നത്, എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ആ ഒരു അയൺ ഫാക്ടറിയിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹീറോയുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് അത് 2 സ്റ്റോപ്പായിട്ട് നമുക്ക് മാറ്റാം. ആദ്യത്തെ സ്റ്റോപ്പ് ഹീറോയുടെ പോലീസ് സ്റ്റേഷൻ, രണ്ടാമത്തെ സ്റ്റോപ്പ് ആ ഒരു അയൺ ഫാക്ടറി. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാമ്പയർമാരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരാൾ മുന്നിട്ട് ഇറങ്ങിയേ പറ്റൂ. അതിനാരെങ്കിലും തയ്യാറായി വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും പറയും, ഓക്കെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു പ്ലാന്റ് സ്റ്റോർ ഉണ്ട്. അതുപോലെ അവിടെയുള്ള ചെടികൾക്ക് വളരാനായിട്ട് സൺലൈറ്റ് ആവശ്യമാണ്. പക്ഷെ അത് നേരിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് UV ലൈറ്റ്സ് ആ ഒരു ഷോപ്പിനുള്ളിലുണ്ട്. അപ്പൊ ഈ ഒരു വാമ്പയർമാർക്ക് UV ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവത്തില്ല. ഒരുപക്ഷെ ആ ഒരു വാമ്പയറിനെ നമുക്ക് കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വെളിയിലേക്ക് പോയിട്ട് ആ ഒരു ഷോപ്പിലേക്ക് കയറി വാമ്പയർമാരെയെല്ലാം ആ ഒരു ഷോപ്പിന് മുന്നിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ഒരു ഷോപ്പിനുള്ളിലെ UV ലൈറ്റ്സ് വെച്ചിട്ട് ഈ ഒരു വാമ്പയർമാരെല്ലാം കൊല്ലാം. അതാണ് എന്റെ പ്ലാൻ. അപ്പൊ ഇത് കേൾക്കുന്ന ഹീറോ പറയും, നിന്റെ പ്ലാൻ എല്ലാം നല്ലതാണ്, പക്ഷേ നിനക്ക് വേറെ ഞാൻ പോവാം. ഞാൻ പോയി അത് ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോയുടെ സഹോദരൻ പറയും, ഇല്ലില്ല നിനക്കൊരു കുടുംബമുണ്ട്, അതുപോലെ ഈ ഒരു ജനങ്ങൾക്ക് നിന്നെ ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ലില്ല നീ ഒരു ചെറിയ പയ്യനാണ്,
നിന്നെ കൊണ്ട് അത് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ വെളിയിലേക്ക് പോവാണ്. വെളിയിലേക്ക് ആ ഒരു റോഡിലേക്ക് വന്ന് നിന്നിട്ടാണ് ഈ ഒരു വാമ്പയർമാർ നോക്കി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ ശ്രദ്ധ അവനിലേക്ക് തിരിച്ച് എല്ലാവരും അവന്റെ പുറകെ പോകുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഇതിനകത്തുള്ള എല്ലാവരും പതിയെ സേഫ് ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അവർ വിചാരിക്കുന്നത് അവരെല്ലാവരും സേഫ് ആണെന്നാണ്. പക്ഷേ ആ ഒരു സമയത്ത് അവിടേക്ക് മറ്റൊരു വാമ്പയർ വന്ന് ഇവരുടെ കൂടുതലുള്ള ഒരുത്തനെ കടിച്ചങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇവിടെ ഹീറോയുടെ അടുത്ത് കാണിക്കുമ്പോൾ ഹീറോയെ ഫോളോ ചെയ്ത് ബാക്കിയുള്ള എല്ലാ വാമ്പയർമാരും ആ ഒരു ഷോപ്പിന് മുന്നിലേക്ക് വന്ന് നിൽക്കും. അങ്ങനെ ഹീറോ അകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ജനറേറ്റർ അങ്ങനെ ഓണാക്കും. കാരണം ഇവിടെ പവർ സപ്ലൈ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ജനറേറ്റർ ഓണാക്കി ഈ ഒരു UV ലൈറ്റ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇതിൽ ആ ഒരു ലേഡി വാമ്പയർ പെട്ടെന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ അവരുടെ ദേഹത്തേക്ക് ഒരു വെളിച്ചൊഴിച്ചിട്ട് ആ ഒരു ലേഡി വാമ്പയറിനെ നല്ലതുപോലെ പൊള്ളലേക്കുന്നുണ്ട്. അവര് പേടിച്ച് വെളിയിലേക്ക് പോകുമ്പോൾ ഹീറോ ഈ ഒരു ലൈറ്റിന്റെ ധൈര്യത്തില് അവിടെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള വാമ്പയർമാർ വന്ന് ആ ഒരു ജനറേറ്റർ അങ്ങ് നശിപ്പിക്കും. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ഓടിയിട്ട് ഒരു വീടിന് പുറകിലായിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ വാമ്പയർമാരും അകത്തേക്ക് വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ ഒരു വാക്കി ടോക്കി വേറൊരാൾ വാങ്ങിയിട്ട് നീ അവിടെ തന്നെ നിൽക്ക്, നിന്നെ രക്ഷിക്കേണ്ടി ഞാൻ വരാമെന്നും പറഞ്ഞ് അയാൾ അവിടേക്ക് പോകുന്നതും ഇവിടെ ആ ഒരു വാമ്പയർ ലേഡിയെ കാണിക്കുമ്പോൾ അവരുടെ മുഖം പതിയെ പതിയെ കരിഞ്ഞില്ലാണ്ടാവുകയാണ്. അതുപോലെ വേദന ഒരുപാട് സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും നേരം അതുകൊണ്ട് പതിയെ പതിയെ അവർ മരിക്കണ്ട, പെട്ടെന്ന് അവരെ കൊല്ലാന്ന് പറഞ്ഞ് ആ ഒരു വാമ്പയറിന്റെ തലവൻ അവരുടെ കഴുത്ത് കടിച്ച് അവരെ കൊല്ലുന്നു. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയെ സഹായിക്കാന്ന് പറഞ്ഞ ആ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ടല്ലോ, അയാൾ ആ ഒരു JC പോലെയുള്ള ആ ഒരു വണ്ടി എടുത്തിട്ട് നല്ല മാസായിട്ട് നല്ല ധൈര്യത്തോടെ തന്നെ ഇവരുടെ മുന്നിലേക്ക് വന്ന് ആ ഒരു വണ്ടി അവിടെയുള്ള ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ഇടിച്ചങ്ങ് കയറും. അപ്പോഴേക്കും ബാക്കിയുള്ള വാമ്പയർമാരെല്ലാം അവന്റെ പുറകെ തന്നെ വന്നിട്ട് കുറെ പേര് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ അയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് ഈ ഒരു വെടിമരുന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അത് അവിടെ വെച്ച് തന്നെ കത്തിക്കുന്നതും ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് കുറെ വാമ്പയർമാര് അതിനുള്ളിൽ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിനും ബാക്കിയുള്ളവരും എല്ലാവരും ഇപ്പോൾ നേരെ ആ ഒരു സ്റ്റേഷനിലേക്ക് വന്നു. സ്റ്റേഷനകത്ത് കയറിയിട്ടാണ് ഇവർ ആ ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചല്ലോ, അതിലൊരാൾക്ക് കടി കൊണ്ടിരുന്നു. അയാൾ ഇപ്പോൾ പതിയെ പതിയെ വാമ്പയറായിട്ട് മാറുന്നത് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ പറയും ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ കൊല്ലണമെന്ന് പറയുമ്പോൾ ഹീറോയും വേറെ വഴിയില്ലാതെ അയാൾ അവിടെ വെച്ച് കൊല്ലുന്നു. അതുപോലെ ഈ ഒരു സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെയാണ് ബില്ലി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സുഹൃത്തിന്റെ വീടുണ്ടല്ലോ അതുള്ളത്. അതുകൊണ്ട് ഹീറോയിനും ആ ഒരു വീടിനകത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ആളുള്ളതുപോലെ അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു വിധത്തിൽ ആ ഒരു വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് ബില്ലി അവിടെ തന്നെയുണ്ട്. പക്ഷെ അവന്റെ കുടുംബത്തിലുള്ള ബാക്കിയെല്ലാവരും എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു വാമ്പയർമാരെ പേടിച്ച് ബില്ലി അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നു. അവസാനം അവ ഷൂട്ട് ചെയ്ത് മരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തോക്ക് വർക്കാവുന്നില്ല. അതുകൊണ്ട് എന്നെ നീ കൊല്ലാനായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എന്തായാലും അവന്റെ സുഹൃത്തല്ല, അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവനെ എടുത്ത് ഇവരങ്ങനെ ഓടി തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ദൂരം നിന്നും വാമ്പയറുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ഇവർ മൂന്നുപേരും അടുത്തുള്ള ഒരു വീടിനടിയിലേക്ക് പോയി ഒളിച്ചങ്ങനെ കിടക്കും. കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ പയ്യൻ മുഖം മുഴുവൻ രക്തമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു. അവന്റെ പുറകെ തന്നെ ഒരു വാമ്പയർ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ സ്റ്റെല്ലയാണെങ്കിലോ അവളുടെ ജീവന് പോലും പ്രാധാന്യം കൊടുക്കാതെ ആ ഒരു ചെറിയ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്ന് ആ ഒരു കുട്ടിയെ പിടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു വാമ്പയർ അവളുടെ പുറകെ വരികയാണ്. അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയും അവരുടെ സുഹൃത്ത് ബില്ലി ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും ആ ഒരു വാമ്പയറിനെ വന്ന് അറ്റാക്ക് ചെയ്ത് ആ ഒരു വാമ്പയറിനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അങ്ങ് കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റെല്ല ഹീറോയിനും ആ ഒരു ചെറിയ കുട്ടിയും വേറെ വഴിക്കും ഇവർ രണ്ടുപേരും വേറെ വഴിക്കായി പോയി. എന്നിട്ട് ഇവരിപ്പോൾ ഓടി അവസാനം ആ ഒരു ഫാക്ടറിക്കകത്തേക്ക് കയറി വരും. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കല്ല സ്റ്റെല്ല എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടേക്ക് വന്നില്ല എന്നിങ്ങനെ പറയുന്നതും അവർ പറയും ഇല്ല സ്റ്റെല്ല ഇതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ അവളിപ്പോൾ എവിടെ പോയെന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ഒരു വാമ്പയറിന്റെ കൂട്ടത്തെ കാണിക്കുമ്പോൾ അതിൽ ആ ഒരു ലീഡർ ഉണ്ടല്ലോ അയാളിപ്പോൾ പറയുന്നുണ്ട് ഇനിയുള്ള 2 ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ, അതിനുള്ളിൽ ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരെയും നമ്മൾ കൊല്ലണം. ഇപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ വാമ്പയറാക്കി മാറ്റുക എന്നുള്ളതല്ല, അവരെല്ലാവരെയും കൊല്ലണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും കഴുത്തിൽ കടിച്ചതിന് ശേഷം അവരുടെ തല പിച്ചി 2ആക്കി മാറ്റുക എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തയ്യാറാവുന്നു. ആ ഒരു സമയത്താണ് ഹീറോയുടെ സുഹൃത്ത് ബില്ലി ഈ ഒരു ഫാക്ടറിക്കകത്തേക്ക് ഓടി കയറുന്നതും അവന്റെ പുറകെ തന്നെ ഒരു മൊട്ടത്തലയൻ വാമ്പയർ വന്ന് നമ്മുടെ ബില്ലി അങ്ങനെ കടിക്കും. എന്നിട്ട് ബില്ലിയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇതിനകത്ത് കടന്ന് ഇവർ 3 പേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ അത് കണ്ടിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം അതിൽ ആ ഒരു വാമ്പയർ നമ്മുടെ ബില്ലിയെ കടിക്കും. അതുപോലെ ബില്ലി ആണെങ്കിലും ഇപ്പോൾ പതിയെ പതിയെ വാമ്പയറായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ വഴിയില്ല. ബില്ലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തൊരു മെഷീൻ ഉണ്ട് എല്ലാം ചതച്ചരയ്ക്കുന്ന ആ ഒരു മെഷീനിലേക്ക് ഈ ഒരു വാമ്പയറിനെ കൊണ്ടുവന്ന് തള്ളിയിട്ട് വാമ്പയർ അപ്പോഴേ തീർന്നു. അടുത്തത് ബില്ലിയും ആ ഒരു മെഷീനിൽ പെട്ടുപോയി. അവനിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാനും കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കോടാലി എടുത്ത് ബില്ലിയെയും അവിടെ വെച്ച് അങ്ങ് കൊല്ലുകയാണ്. കാരണം അവൻ ഇനി രക്ഷിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ അവനെ കൊന്നിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു വാക്കി ടോക്കി വഴി ഹീറോയോട് സംസാരിക്കുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവർ ഈ ഒരു ഷോപ്പിന് വെളിയിലായിട്ട് തന്നെ കുറച്ച് ദൂരെ ഒരു കാറിനടിയിൽ ഒളിച്ചിങ്ങനെ കിടക്കാണ്. പക്ഷെ ഇവർക്ക് വെളിയിലേക്ക് വരാൻ കഴിയത്തില്ല. കാരണം അവരെ ചുറ്റി ഒരുപാട് വാമ്പയർമാരുണ്ട്. ഹീറോ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ശരി തന്നെയാണ്, ഒരുപാട് വാമ്പയർമാരുണ്ട്. അതുമല്ല ഹീറോയിൻ ആണെങ്കിലും ഇപ്പോൾ പതിയെ ഫ്രീസ് ആവുകയാണ്. ഇവർ രണ്ടുപേരും
എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ പറ്റൂ. അപ്പോഴേക്കാണ് ആ ഒരു വാമ്പയർമാരും ആ ഒരു തലവനൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും ആ ഒരു സ്ട്രീറ്റിലേക്ക് വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഓയിൽ ഫാക്ടറിയിൽ നിന്നും ഓയിലെല്ലാം ലീക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രീറ്റ് മൊത്തമായിട്ട് നശിപ്പിക്കാം എന്നുള്ള രീതിയിൽ അവരതിന് തീയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു തീ പിടിച്ച് ഇപ്പൊ നമ്മുടെ ഹീറോയിൻ കിടക്കുമല്ലോ, ആ ഒരു ഭാഗവും കത്തിപ്പിടിക്കാറായി. അവളുടെ അടുത്തേക്ക് ഇങ്ങനെ തീ വരെയാണ്. അതുകൊണ്ട് ഹീറോയിൻ മരിക്കാറായി. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹീറോ അങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവൻ കൊണ്ടുവന്ന ആ ഒരു സിറിഞ്ചില് ഒരു സിറിഞ്ച് എടുത്ത് എടുത്തിട്ട് അടുത്ത് മരിച്ചെടുക്കുന്ന ആ ഒരു വാമ്പയർ ഉണ്ടല്ലോ അതിന്റെ ദേഹത്ത് നിന്ന് രക്തം അങ്ങനെ വലിച്ചെടുത്ത് ഹീറോയുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോ ആ ഒരു വാമ്പയറായിട്ട് മാറി. അവന് ബാക്കിയുള്ള വാമ്പയർമാരെ കൊല്ലാനായിട്ടുള്ള ആ ഒരു പവർ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് തന്റെ സഹോദരനോട് ബാക്കിയുള്ള എല്ലാവരെയും നീ നോക്കണം, ഞാൻ പോയിട്ട് അവരെ രക്ഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇപ്പോൾ വലിയൊരു തീരുമാനമാണ് ഹീറോ എടുക്കുന്നത്. എന്നിട്ട് ഹീറോ നേരെ വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഹീറോ ഇപ്പോൾ പതിയെ ആ ഒരു വാമ്പയറായിട്ട് അവന്റെ കണ്ണെല്ലാം മാറുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു വാമ്പയർമാർ കൂടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് അവരിങ്ങനെ വിളിക്കുന്നതും ആ ഒരു വാമ്പയറിന്റെ നേതാവുണ്ടല്ലോ അയാള് ഹീറോയുടെ അടുത്തേക്ക് നടന്നു വരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ആ ഒരു ചെറിയ കുട്ടീനെയും കൊണ്ട് അവിടെ നിന്നും ഈ ഒരു ഫാക്ടറിക്കകത്തേക്ക് ഇങ്ങനെ പതിയെ പോവാണ്. ഹീറോയിൻ അവനെ കാണുന്നുണ്ട്, പക്ഷെ വേറെ വഴിയില്ലല്ലോ, ആ ഒരു കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ അവൾ അവിടെ പോകുന്നതും ഹീറോ ഇപ്പോൾ ആ ഒരു വാമ്പയറുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവൻ പൂർണ്ണമായിട്ട് ഒരു വാമ്പയറായിട്ട് മാറിയിട്ടില്ല. അതിന്റെ തുടക്കം മാത്രം ആയതുകൊണ്ട് തന്നെ അവൻ അധിക നേരം ആ ഒരു വാമ്പയറിനോട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഹീറോ ഒക്കുന്ന രീതിയിലെല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരവസരത്തിൽ ആ ഒരു വാമ്പയർ ഹീറോയുടെ കൈ പിടിച്ചിങ്ങനെ ഓടിച്ചു വെക്കുന്നതും ഹീറോ വേദനയോട് ഇങ്ങനെ കരയും. എന്നിട്ട് ഈ ഒരു വാമ്പയർ ഓടി ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കൈ കൊണ്ട് ഒരു ഒറ്റ ഇടി അതിന്റെ വായിനുള്ളിലേക്ക് തലയും തുളച്ച ആ ഒരു കൈ ഇപ്പുറത്തേക്ക് വന്നിട്ട് ആ ഒരു നേതാവിനെ അവിടെ വെച്ച് അങ്ങ് കൊല്ലുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള വാമ്പയർമാർക്കൊന്നും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവര് അവിടെ നിന്ന് പോവാണ്. കാരണം ഇനിയുള്ള ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും. അങ്ങനെ അവരെല്ലാവരും ഒളിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കാണ് ഇതിനകത്ത് നിന്നും ബാക്കിയുള്ള എല്ലാവരും വെളിയിലേക്ക് വന്ന് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അധിക നേരം അവനും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും അവനും എന്തായാലും മരണപ്പെടും. അതുകൊണ്ട് ഇവര് രണ്ടുപേരും ആ ഒരു സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നോക്കി ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവസാനമായിട്ട് നമ്മുടെ ഹീറോയെ അവളിങ്ങനെ കിസ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു സൂര്യപ്രകാശം അടിച്ച് ഹീറോ അവന്റെ ശരീരം മുഴുവൻ കരിഞ്ഞ് ഹീറോ പൂർണ്ണമായിട്ട് അവളുടെ കയ്യിലിടന്നങ്ങ് മരിക്കുകയാണ്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഉടനെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് അങ്ങനെ വെച്ചേക്കുക. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.